എന്റെ വക്കീൽ സാറേ, ഞാൻ സ്ഥലം വിടുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ പരിപാടിക്ക് ഞാനില്ല. ഇപ്പൊ എന്തോ ഉണ്ടായെന്നാ? മുതലാളിമാർക്ക് ടീ താങ്ങാണെങ്കിൽ പാവപ്പെട്ട എന്റെ അവസ്ഥ എന്തായിരിക്കും? പറഞ്ഞു വരുമ്പോ പെണ്ണിനെ ഉപദ്രവിച്ചവരുടെ ലിസ്റ്റ് ഞാനും വരുമല്ലോ. നീ ഇത്രയ്ക്ക് പേടിത്തൊണ്ടനാണ്? ജയിലിൽ കിടന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കുറെ കൂടെ ധൈര്യം ഉണ്ടായിരിക്കുന്നു. ഒരുത്തൻ നേർക്ക് നേരെ വന്നാൽ നേരിടാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. ഇത് അങ്ങനെയാണോ? ആളും പേരും പറയാതെ പുറകിന്നുള്ള പണിയല്ലേ? കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഒന്നിന് പോണേലും രണ്ടിന് പോണേലും ഈ കിടപ്പിൽ സാധിക്കണം. ഇവരെ നോക്കാൻ ബെമ്പർനോത്തിമാരുണ്ട്, വേലക്കാരുണ്ട്. എന്നെ ആര് നോക്കും? നീ പേടിക്കണ്ട, നിന്നെ ഞാൻ നോക്കിക്കോളാം. എന്റെ 1 2 സാർ എടുക്കൂ. നിനക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാന്ന്. അങ്ങനെ കൂടിപ്പോയാ ഇന്ന് സൂര്യാസ്തമനം വരെ ആ കഴുതടവൻ അത്രയ്ക്ക് ആയസുള്ളൂ. അതെ, നാട്ടിലെ മുഴുവൻ പോലീസുകാരും അവനെ തപ്പി ഇറങ്ങിയിരിക്കുക. ഇരുട്ടുന്നതിന് മുമ്പ് അവനെ പൊക്കിയിരിക്കും. എന്തായി? അവനെ കിട്ടിയോ? എല്ലാ സ്ഥലവും പരിശോധിക്കുന്നുണ്ട്. സംശയം തോന്നുന്നവരൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ആരെന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്യാ. അവന്റെ ഏകദേശ രൂപമെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇല്ലെന്ന് എന്നോട് എത്ര വട്ടം പറയണം? ഒരു കാര്യം ചെയ്യ്, കുറച്ച് മുളക് പൊടി എടുത്ത് തന്റെ 2 കണ്ണിലോട്ട് കൂടി ഇട്. അപ്പൊ അറിയാം ഏതൊക്കെ രൂപം വരുമെന്ന്. മുളക് പൊടി ശബ്ദം കേട്ട തിരിച്ചറിയാവോ? ഒരുതരം അടഞ്ഞ ശബ്ദ. ഇവനേതാ? ഞാൻ പറഞ്ഞില്ലേ മറ്റേ കാര്യത്തിന് ഒരുത്തനെ വരുത്തിയിട്ടുണ്ടെന്ന്. നിന്റെ നാടെവിടാ? കുറച്ച് തെക്കാ സാർ. തെക്കും വടക്കൊന്നും വേണ്ട സാറേ. കൃത്യമായിട്ട് നാടും വീടൊക്കെ പറ സാറേ. അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞാൽ മതി. നമ്മൾ കോട്ടയം സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് കോട്ടയത്ത് നിന്ന് വൈകുന്നതിന് മുമ്പ് ടിക്കറ്റ് കൊടുത്ത് 1.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കോട്ടയത്ത് നിന്ന് വൈകുന്നത് മുസ്ലിം പള്ളിയിലാണ് നമ്മൾ പുറകോട്ട് താഴോട്ട് കേക്ക് സാർ. പിന്നെ നമ്മൾ പുറകോട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ വീട് കുഴപ്പം. ഒന്ന് നിർത്തടോ. വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. എടോ, അവനെ ഇറക്കിയത് ആറാണിമുട്ടത്തുകാരാണെന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. അവനെ തപ്പേണ്ടത് ഞങ്ങളുടെ അടുക്കളയിലല്ല, ആറാണിമുട്ടത്ത് പോയി പരിശോധിക്കടോ. എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല.